ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജനുവരി 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള 5 കിഡിലൻ സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സാംസങ്ങിൻ്റെ ജനുവരിയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് സാംസങ് ഗാലക്സി S24 അൾട്ര. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫോൺ കൂടിയാണ് സാംസങ് ഗാലക്സി S24 അൾട്ര. ഇതിൻ്റെ ഏതാണ്ട് പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 93K റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണിത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറും അതുപോലെ തന്നെ 6.8 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, അത് തന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റും 12GB RAM 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും. അതിൽ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അതിൽ തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനുമുണ്ട്. 200 മെഗാ പിക്സലിൻ്റെ നല്ലൊരു അടിപൊളി പ്രൈമറി ക്യാമറ, പിന്നെ 12 മെഗാ പിക്സൽ, പിന്നീട് 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ, അതുകൂടാതെ ഒരു 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൂടി. അങ്ങനെ 4 ക്യാമറകളാണ് ശരിക്കും ഈ സാംസങ് ഗാലക്സി S24 അൾട്രയിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് 3 ക്യാമറ എന്നാണ് പറഞ്ഞത്. 4 ക്യാമറയാണുള്ളത് റിയർ ക്യാമറയിൽ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 12 മെഗാ പിക്സലാണ്. അതിൽ തന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. 5000 mAh ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ Type-C USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാമാണ് സാംസങ് ഗാലക്സി S24 അൾട്ര. ഇത് ജനുവരിയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് 92,999 രൂപ. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഫോൺ OnePlusൻ്റെ OnePlus 12 ആണ്. ഇതും ജനുവരിയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇതിലും ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സർ, അതുപോലെ തന്നെ 12GB RAM 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 6.82 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 5400 mAh ബാറ്ററി ബാക്കപ്പ്, 100 വാട്ട് ചാർജിങ്, Type-C USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാം OnePlus 12 വരുന്നതാണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിലുള്ളത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നെ 48 മെഗാ പിക്സൽ, പിന്നീട് 64 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ, അതിൽ തന്നെ 3x ഒപ്റ്റിക്കൽ സൂമും അവൈലബിൾ ആണ്. ഡ്യുവൽ LED ഫ്ലാഷ്, അതുപോലെ തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് റിയർ ക്യാമറയിൽ ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലാണ്. അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ലഭ്യമാണ്. ഇതിൻ്റെ ഏതാണ്ട് എക്സ്പെക്റ്റഡ് പ്രൈസ്, ലോഞ്ച് പ്രൈസ് വരുന്നത് ഏതാണ്ട് 50,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ്. നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ഫോണാണ് Vivo X100. ഇത് ഏതാണ്ട് ഒരു 45K റേഞ്ചിൽ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതും ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MediaTek Dimensity 9300 പ്രോസസ്സർ, 6.78 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 12GB RAM 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അത് സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല, ഡ്യുവൽ സിം നാനോ, Type-C USB ചാർജിങ് പോർട്ട്, ഇതെല്ലാം Vivo X100 വരുന്നതാണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നീട് ഒരു 50 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറ, 64 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ, LED ഫ്ലാഷ്, ഇതെല്ലാമാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് ഏതാണ്ട് 45,690 രൂപ. ഇതും ജനുവരിയിൽ 2024 ജനുവരിയിൽ ലോഞ്ച് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെയും സാധ്യത. നമ്മുടെ ലിസ്റ്റിലുള്ള നാലാമത്തെ ഫോണാണ് Oppo Find X7. Oppo Find X7 സീരീസ് എല്ലാം തന്നെ ജനുവരിയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത.
അതിൽ ഇപ്പോൾ ഫിൻഡ് X7, പിന്നെ X7 Pro, X7 Ultra, ഇങ്ങനെ ഈ 3 മോഡലുകളാണ് X7 സീരീസിൽ വരുന്നത്. അതിൽ ഒപ്പോ ഫിൻഡ് X7ൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഏതാണ്ട് എക്സ്പെക്റ്റഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് 85,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇത് ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മീഡിയാടെക് Dimensity 9300 പ്രോസസ്സർ, 6.78 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8 GB RAM, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതിൽ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. 5000 mAh ബാറ്ററി ബാക്കപ്പ്, 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, Type-C USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാം ഒപ്പോ ഫിൻഡ് X7 വരുന്നതാണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നീട് വീണ്ടും ഒരു 50 മെഗാ പിക്സൽ, അതുകൂടാതെ 64 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ, അങ്ങനെ 3 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് 85,499 രൂപ. ഇതും ജനുവരിയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അസൂസ് ROG 8 സീരീസ് ഫോണുകളും ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യാനുള്ളതാണ് സാധ്യതയുള്ളത്. അതിൽ അസൂസ് ROG 8 സീരീസ്, അതിൽ പ്രോ, പിന്നെ അങ്ങനെ 2 മോഡലുകളാണ് വരുന്നത്. ROG 8ൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സർ, 6.78 ഇഞ്ച് LED ഡിസ്പ്ലേ, 165 Hz റിഫ്രഷിംഗ് റേറ്റ്, 12 GB RAM, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 5500 mAh ബാറ്ററി ബാക്കപ്പ്, അതുപോലെ തന്നെ 12 GB RAM, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നെ 13 മെഗാ പിക്സൽ, പിന്നെ 32 മെഗാ പിക്സൽ, അങ്ങനെ 3 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലാണ്. ഇപ്പോൾ ഇത് ROG ഫോണിൽ IP68 റേറ്റിംഗുള്ള ROGയുടെ ആദ്യത്തെ ഫോണാണിത്. പിന്നീട് അതുപോലെ തന്നെ ഇതിൽ പുതിയൊരു ഡിസൈനും നല്ലൊരു അപ്പിയറൻസും ഉള്ള നല്ലൊരു മോഡലാണ് അസൂസ് ROG 8 സീരീസിൽ വരുന്നത്. ഇതിൻ്റെ പ്രോ വെർഷനിൽ 16 GB 1 TB സ്റ്റോറേജ് വരെ പ്രോ വെർഷനിൽ ലഭ്യമാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് ഏതാണ്ട് 79,000 രൂപയാണ്. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.